प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, എല്ലാവർക്കും മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും പഠനത്തിന്റെ തിരക്കുകളിലേക്ക് ആയി എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഓണം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനവുമായിട്ടാണ്. ഇതിലെ സൂചനകളിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, വൈകല്പിക പ്രശ്നം ഉത്തർ ലിഖേ. ചോയ്സുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉത്തരം എഴുതാൻ. ഞാനത് രണ്ടും നിങ്ങൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മുൻകൂറായി പറയുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. सूचना, फूल कविता की ये पंक्तियां पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखे. एक ही भाव से हमेशा दहकते रहते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आंखों में उतर गए चुभते हुए अपने आंगन के खिलते मुरझाते फूल. घर पहुंचते ही उन्हें मुखाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. घर पहुंचते ही उन्हें मुखाड़ फेंका दिया किनको? ഒന്നാമത്തെ ചോദ്യമാണ്, प्लास्टिक पौधों को, कागजी पौधों को, असली पौधों को, सूखे पौधों को. വീട്ടിലെത്തിയത് എന്തിനെയാണ് പിഴുതെറിഞ്ഞത്? പ്ലാസ്റ്റിക് ചെടികളെ, കടലാസ് കൊണ്ടുള്ള ചെടികളെ, യഥാർത്ഥ ചെടികളെ, ഉണങ്ങിയ ചെടികളെ. അതിന്റെ ഉത്തരം ഗ, അസലി പൗധോങ്കോ എന്നുള്ളതാണ് അല്ലെ. രണ്ടാമത്തെ ചോദ്യം, ഹമേശ ദഹക്കത്തെ രഹത്തെ ഹെ യേ ഫൂൽ കവിനെ ഐസാ ക്യോം കഹാ. എപ്പോഴും ഈ പൂക്കൾ നല്ല തിളക്കമുള്ളതായിട്ടിരിക്കുന്നു, കവി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ചാണ് തരുന്നത്. മൂന്നാമത്തെ ചോദ്യം, പഹചാൻകർ ലിഖേഗി കോൻസ ക്രം സഹീ ഹെ. ഏത് ക്രമമാണ് ശരിയായിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഛ 3 കൊടുത്തിരിക്കുന്നു. ചുഫത്തെ ഹുയെ എന്നുള്ളതാണ് ആദ്യത്തേത് ഛ. ഇച്ഛ ബഹാർ ആന, ജ ഖിൽന മുർച്ചാന. വലത്ത് സൈഡിൽ കൊടുത്തിരിക്കുന്നു, ബസന്ത് കെ ആഗമൻ की सूचना, असली फूलों की विशेषता है, प्लास्टिक फूलों का प्रतीक है. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. അസലി പൗധോങ്കോ എന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, प्लास्टिक के फूल हमेशा एक ही भाव से इसलिए दहकते रहते हैं क्योंकि उनमें वास्तविक फूलों की तरह कोई प्राण, जीव या जीवन नहीं होता. असली फूल मौसम, पानी और धूप के हिसाब से खिलते हैं, मुरझाते हैं और बदलते हैं, जबकि प्लास्टिक के फूल एक ही अवस्था में स्थिर रहते हैं. ആശയങ്ങൾ ഞാൻ പറയാം. പ്ലാസ്റ്റിക് के फूल हमेशा एक ही भाव से इसलिए दहकते रहते हैं. പ്ലാസ്റ്റിക് ഫൂൽ എപ്പോഴും ഒരേ ഭാവത്തിലാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. क्योंकि उनमें वास्तविक फूलों की तरह कोई प्राण, जीव या जीवन नहीं होता. കാരണം അവയിൽ യഥാർത്ഥ പൂക്കളെ പോലെ ജീവനോ പ്രാണനോ അല്ലെങ്കിൽ എന്താണ് कोई प्राण, जीव या जीवन नहीं होता. പ്രാണനോ ജീവനോ ഒന്നും അതിലില്ല. असली फूल मौसम, पानी और धूप के हिसाब से खिलते हैं. യഥാർത്ഥ പൂക്കൾ എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്കും വെള്ളത്തിനും അല്ലെങ്കിൽ വെയിലിനും അനുസരിച്ച് ആണ് വിരിയുന്നത്. മുർച്ചാത്തേഹ്, വിരിയുന്നത് പോലെ തന്നെ അവ വാടുകയും ചെയ്യും. ഓർ ബദൽത്തേഹ്, അല്ലെങ്കിൽ കൊഴിഞ്ഞു വീണ് പകരം വേറെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ജബ്കി പ്ലാസ്റ്റിക് के फूल एक ही अवस्था में स्थिर रहते हैं. എന്നാൽ നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ പൂക്കള് എപ്പോഴും ഒരേ അവസ്ഥയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. പഹചാൻകർ ലിഖേഗി കോൻസാ ക്രം സഹീ ഹെ. ഏത് ക്രമമാണ് ശരിയായിട്ടുള്ളതെന്ന് തെരഞ്ഞെടുത്തെഴുതാനാണ് നമ്മളോട് മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചുഫത്തെ ഹുയെ, അതിന് ചേരുന്നത് മന്മേം വ്യഥ ഉൽപ്പന്ന ഹോനേക്ക സങ്കേത്. ചുഫന എന്ന് പറഞ്ഞാൽ തുളഞ്ഞു കയറുക എന്നാണ്. ബഹാർ ആന, ബഹാർ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ്. വസന്തം വരിക എന്ന് പറഞ്ഞാൽ വസന്തക്ക് ആഗമൻ കി സൂചന എന്നുള്ള തായാണ് അതിന് ചേരുന്നത്. ഖിൽന മുർച്ചാന, വിരിയുകയും വാടുകയും ചെയ്യുക. വിരിയുകയും വാടുകയും ചെയ്യുന്നത് യഥാർത്ഥ പൂക്കളുടെ പ്രത്യേകതയാണ് അല്ലെ. അതാണ് രണ്ടാമത്തേത്. അസ്ലി ഫുലോങ്കി വിശേഷതാഹെ. അപ്പൊ നമുക്ക് ച എന്നതിന് ചേരുന്നത് ധായാണ്, ഇച്ഛായ്ക്ക് ചേരുന്നത് തായാണ്, ജായ്ക്ക് ചേരുന്നത് ധായാണ്. ഇത് മൂന്നും കൂടെ ചേർന്ന് വരുന്ന നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് ക ആണ്.
ഇനി നമുക്ക് അടുത്ത സൂചനയിലേക്ക് വരാം. चटपट और नटखट कहानी का अहम से पढ़े और 4 से 6 तक के प्रश्नों के उत्तर लिखे. अचानक उसका पाव फिसला और वह पानी में गिर पड़ा. पानी का बहाव तेज था और नटखट को तैरना नहीं आता था. छोटा सा ही तो था, वो बह गया. डूबते उधारते दूर जाने लगा. चटपट को तैरना आता था. उसने छट अपना बस्ता पीठ से उधार कर पुल की मुंडर पर रखा और नदी में कूद पड़ा. നമ്മൾ കണ്ടതാണ് ചട്പട്ട് और നട്ഖട്ട് എന്ന കഥയില് ഇളയ സഹോദരനായ നട്ഖട്ട് നദിയിൽ വീഴുമ്പോൾ മൂത്ത സഹോദരൻ ബാഗ് വെച്ചിട്ട് നദിയിലേക്ക് ചാടി അവനെ രക്ഷിക്കുന്ന കാര്യം കണ്ടതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം നോക്കൂ. അചാനക് ഉസ്കാ പാവ് ഫിസല, പെട്ടെന്ന് അവന്റെ കാലുകൾ തെന്നി. ഓ പാനിമേം ഗിർപ്പട, അവൻ വെള്ളത്തിൽ വീണു. പാനി കാ ബഹാവ് തേസ്ത, വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല സ്പീഡുള്ളതായിരുന്നു. ഓർ നട്ഖട്ട് കോ തൈർനാ നഹി ആതാ ഥ, നട്ഖട്ടിനാണെങ്കിൽ നീന്തൽ അറിയില്ലായിരുന്നു. ചോട്ടാ സാ ഹി തോ ഥ ബഹുഗയ, ചെറുതായിരുന്നു അവൻ, അതുകൊണ്ട് തന്നെ അവൻ ഒഴുകിപ്പോയി. ഡൂബ്തെ ഉദാരത്തെ ദൂർ ജാനേ ലഗ, മുങ്ങിയും പൊങ്ങിയും അവൻ ദൂരേക്ക് പോകാൻ തുടങ്ങി. ചട്പട്ട് കോ തൈർനാ ആതാ ഥ, എന്നാൽ ചട്പട്ടിന് നീന്തൽ അറിയായിരുന്നു. ഉസ്നെ ഛട്ട് അപ്നാ ബസ്ത പീഠ് സെ ഉതാർ കർ പുൽ കി മുണ്ടേർ പർ രഖ, അവൻ പെട്ടെന്ന് അവന്റെ ബാഗ് പുറത്തുനിന്ന് ഊരിയെടുത്ത് പാലത്തിന്റെ മുകളിലുള്ള കൈവരിയിൽ വെച്ചു. ഊർ നദിമേൻ കുദ്ഭട, അതിനുശേഷം നദിയിലേക്ക് ചാടി. ഇനി 4ാമത്തെ ചോദ്യം. സഖി വാക്യം ചുൻകർ ലിഖെ, ശരിയായ വാക്യം തെരഞ്ഞെടുത്ത് എഴുതുക. ക छोटा भाई नदी में बह रही है. ख छोटा भाई नदी में बह रहा हूं. ग छोटा भाई नदी में बह रहे हैं. ഖ छोटा भाई नदी में बह रहा है. ഇതിൽ ഗ്രാമർ അനുസരിച്ച് ഇത് താൽക്കാലിക വർത്തമാനകാലത്തിലെ വാക്യമാണ്. താൽക്കാലിക വർത്തമാനകാലത്തില് പുല്ലിംഗ ഏകവചനത്തില് രഹാഹെ എന്ന് ചേർക്കണം, പുല്ലിംഗം ബഹുവചനത്തിൽ രഹേഹെ എന്ന് ചേർക്കണം, സ്ത്രീലിംഗ ഏകവചനത്തിൽ രഹീഹി എന്ന് ചേർക്കണം, സ്ത്രീലിംഗം ബഹുവചനത്തിൽ രഹീഹയും എന്ന് ചേർത്താണ് വാക്യങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ശരിയായ വാക്യം എന്ന് പറയുന്നത് ചോട്ടാ ഭായ് നദീമേ ബഹു രഹാഹെ, ഇഖ 4ാമത്തേത് ആണ്. അടുത്ത ചോദ്യം. നട്ഖട്ട് പാനിയമേ ബഹുഗയാ ക്യോം, നട്ഖട്ട് വെള്ളത്തിലേക്ക് ഒലിച്ചുപോയി എന്തുകൊണ്ട്? ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, നട്ഖട്ട് കോ തൈർനാ നഹി ആതാ ഥ, നട്ഖട്ടിന് നീന്തൽ അറിയില്ലായിരുന്നു. ഇസ്ലിയെ വഹു പാനിമേ ബഹുഗയ, അതുകൊണ്ട് അവന് വെള്ളത്തിൽ ഒഴുകിപ്പോയി. 6ാമത്തെ ചോദ്യം. നദി में डूबते उतारते हुए नटखट बहुत डर गया था. इस अनुभव पर नटखट की डायरी लिखे. നദിയിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തപ്പോൾ നട്ഖട്ട് ഭയങ്കരമായി ഭയന്നുപോയി. ഈ അനുഭവത്തെ കുറിച്ച് നട്ഖട്ടിന്റെ ഡയറി എഴുതുക. അഥവാ അതിനൊരു ചോയ്സും കൂടെ ഉണ്ട്. നദി സെ ബിജനെ കെ അനുഭവ കാ ജിക്ർ കർത്തെ ഹുയെ മിത്ര കെ നാം നട്ഖട്ട് കാ പത്ര ലിഖെ. നദിയിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവം സൂചിപ്പിച്ചുകൊണ്ട് മിത്രത്തിന് നട്ഖട്ടിന്റെ ലെറ്റർ എഴുതുക. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞായിരുന്നു. ഖ ചോട്ടാ ഭായ് നദീമേ ബഹു രഹാഹെ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 5ാമത്തേത്. നട്ഖട്ട് പാനിമേ ബഹു ഗയ ക്യോംകി ഉനേൻ തൈർനാ നഹി ആതാ ഥ, നട്ഖട്ട് വെള്ളത്തിൽ ഒഴുകിപ്പോയി കാരണം അവന് നീന്തൽ അറിയില്ലായിരുന്നു. ഇനി അടുത്തത് അന്നേ ദിവസത്തെ നട്ഖട്ടിന്റെ ഡയറി എഴുതാനാണ്. ഞാനിവിടെ നിങ്ങൾക്കായി ഡയറി തന്നിട്ടുണ്ട്. നോക്കൂ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. നിങ്ങൾ തീയതിയും കൂടെ ഇടുന്നത് നല്ലതാണ്. ഞാൻ ഇട്ടിട്ടില്ല, തീയതിയും കൂടെ മുകളിൽ ചേർക്കുക. പ്രിയ ഡയറി എന്ന സംബോധനയോടുകൂടിയാണ് ഡയറി നമ്മൾ സാധാരണ എഴുതുന്നത്. ഒരു കോളത്തിലായിരിക്കണം അത് എഴുതുക. ആജ് കാ ദിൻ മേരെ ലിയെ ബഹുത് ഡരാവനാ ഥാ, ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു പേടിപ്പെടുത്തുന്ന ദിവസമായിരുന്നു. സ്കൂൾ സെ ഘർ ലോട്ടെ സമയ മേ ഹമേശ കി തരക് നദി കെ പാസ് സെ ജാ രഹാ ഥാ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്നത്തേതും പോലെ നദിയുടെ സമീപത്തൂടെ നടന്നു വരികയായിരുന്നു. മുച്ചെ തൈർനാ നഹി ആഥ, എനിക്ക് നീന്തൽ അറിയില്ല. ഇസ്ലിയെ മേ ഹമേശ നദി സെ ദൂർ രഹത്താഹും, അതുകൊണ്ട് ഞാൻ സാധാരണഗതിയിൽ നദിയിൽ നിന്ന് വളരെ അകന്നാണ് നടന്നു പോന്നിരുന്നത്. ലേക്കിൻ ആജ് അചാനക് പതാ നഹി കൈസേ മേരാ പൈർ ഫിസൽ ഗയ, എന്നാൽ ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് എന്റെ കാലുകൾ വഴുതിപ്പോയി. ഓർമ്മേ നദീമേ ഗിർ ഗയ, ഞാൻ അങ്ങനെ നദിയിലേക്ക് വീണു. മേ ബഹുത് ഡർ ഗയാ ഥാ, ഞാൻ വളരെയധികം ഭയന്നു. പാനി മേ ഡൂബ്തെ ഹുയെ മുझे ലഗാ കി ആജ് മേ നഹി ബച്ച് പാഊംഗ, വെള്ളത്തിൽ മുങ്ങിയ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതായത് ഇന്ന് ഞാൻ രക്ഷപ്പെടില്ല. ലേക്കിൻ തഹി മേരെ ബഡേ ഭായി ചട്പട്ടിനെ മുझे ദേഖാ, പക്ഷേ അപ്പോഴേക്കും എന്റെ മൂത്ത സഹോദരൻ ചട്പട്ട് എന്നെ കണ്ടു. ഉന്നവനെ ബിനാ സോച്ചെ സമച്ചെ നദി മേ ഛലാങ് ലഗാതി, അവൻ ഒന്നും ചിന്തിക്കാതെ നദിയിലേക്ക് പെട്ടെന്ന് കുതിച്ചു ചാടി. ഓർ മുझे ബച്ചാ ലിയ, എന്നെ രക്ഷപ്പെടുത്തി. मैं अपने भाई को धन्यवाद देना चाहता हूँ, ഞാൻ എന്റെ സഹോദരന് നന്ദി പറയുന്നു.
ഓ മേരാ അസലി ഹീറോ ഹെ, അവനാണ് എന്റെ യഥാർത്ഥ ഹീറോ. ഉസ്നെ ആജ് മേരി ജാൻ ബച്ചായി, ഇന്ന് അവൻ എന്റെ ജീവൻ രക്ഷിച്ചു. ആജ് മുझे സമജ് ആയാ കി ഭായി ബഹൻ കാ റിശ്ത കിത്തന ഖാസ് ഹെ, ഇന്ന് എനിക്ക് മനസ്സിലായി സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ എത്ര വിശിഷ്ടമാണ്. മേ ആജ് സെ അപ്നെ ഭായി കി ഹർ ബാത് മാനൂംഗ, ഇന്നു മുതൽ ഞാൻ എന്റെ സഹോദരന്റെ എല്ലാ കാര്യങ്ങളും, സഹോദരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ഓർ കഭി ഉസെ പരേശാൻ നഹീം കരൂംഗ, ഇനി ഞാൻ ഒരിക്കലും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. നട്ഖട്ട്. ഇനി അതിന്റെ 6ാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ട് നോക്കാം. നട്ഖട്ട് അവന്റെ കൂട്ടുകാരന് അന്നത്തെ സംഭവത്തെ കുറിച്ച് കത്തെഴുതുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കൂട്ടുകാരനെ കത്തെഴുതുമ്പോൾ കൂട്ടുകാരനെ സംബോധന ചെയ്യുന്നു, നമസ്കാരം പറയുന്നു. പ്രിയ മിത്ര അരുൺ, നമസ്തേ. മുझे आशा है कि तुम ठीक होगे, ഞാൻ പ്രതീക്ഷിക്കുന്നു നിനക്ക് സുഖമാണെന്ന്. मैं तुम्हें एक बहुत ही डरावनी घटना के बारे में बताने के लिए एक पत्र लिख रहा हूँ, ഞാൻ നിന്നോട് ഒരു ഭയാനകമായ സംഭവത്തെ കുറിച്ച് പറയാനാണ് ഈ കത്തെഴുതുന്നത്. ജോ മേരെ സാത്ത് കുച്ച് ദിൻ പഹലെ ഹുയി थी, ഇത് എനിക്ക് കുറച്ചു ദിവസം മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. തും തോ ജാൻതേ ഹോ കി മുझे തൈർനാ നഹീ ആതാ, നിനക്കറിയാലോ എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ള കാര്യം. एक दिन मैं स्कूल से घर लौट रहा था, ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. और हमेशा की तरह नदी के किनारे से जा रहा था, പതിവ് പോലെ ഞാൻ നദിയുടെ തീരത്തൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. പതാ നഹീ കൈസേ മേരാ പൈർ അചാനക് ഫിസൽ ഗയ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയോ എന്റെ കാല് പെട്ടെന്ന് എഴുതിപ്പോയി. മേ സീതാ നദിക്ക് ഗഹരെ പാനിമേ ജാഗിര, ഞാൻ നേരെ ആ നദിയിലെ ആഴമേറിയ വെള്ളത്തിലേക്കാണ് ചെന്നു പതിച്ചത്. ചുരുമെന്തോ മുझे कुछ समझ नहीं आया, ആദ്യമൊന്നും എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ജബ് मैं पानी में डूबने लगा तो मैं बहुत डर गया, വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായി ഭയന്നുപോയി. മുझे लगा कि अब मेरा बचना मुश्किल है, എനിക്ക് തോന്നി ഇനി ഞാൻ രക്ഷപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. मैं मदद के लिए चिल्लाने लगा, ഞാൻ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. लेकिन मेरी आवाज पानी में दब गई, പക്ഷെ എന്റെ സ്വരം ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. मैं सचमुच बहुत घबरा गया था, ഞാൻ യഥാർത്ഥത്തിൽ ഭയങ്കരമായി പേടിച്ചു പോയിരുന്നു. തभी मेरे बड़े भाई झटपट ने मुझे देखा, അപ്പോഴാണ് എന്റെ മൂത്ത സഹോദരൻ ഝട്പട്ട് എന്നെ കാണുന്നത്. उसने बिना एक पल सोचे पानी में छलांग लगा दी, അവൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് കുതിച്ചാടി. उसने मुझे पकड़ा, അവൻ എന്നെ പിടിച്ചു. और खींच कर नदी के किनारे ले आया, എന്നെ വലിച്ചു നദിയുടെ സമീപത്തേക്ക് കൊണ്ടുവന്നു. आज मैं जिंदा हूं तो सिर्फ अपने भाई की वजह से, ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എന്റെ സഹോദരൻ കാരണം കൊണ്ടാണ്. उसने मेरी जान बचाई, അവൻ എന്റെ ജീവൻ രക്ഷിച്ചു. इस घटना के बाद मैंने फैसला किया है, ഈ സംഭവത്തിന് ശേഷം ഞാൻ ഒരു തീരുമാനമെടുത്തു, അതായത് कि मैं अब तैरना सीखूंगा, ഞാൻ ഇനി നീന്തൽ പഠിക്കും. ताकि भविष्य में ऐसी कोई मुश्किल आए तो मैं खुद का बचाव कर सकूं, കാരണം ഭാവിയിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് സാധിക്കുമല്ലോ. ഇവിടെ നിങ്ങൾ ആപ്കാ മിത്ര നട്ഖട്ട് എന്ന് വലത്തെ സൈഡിൽ ചേർക്കണം. അതുപോലെ സേവാമേൻ അഡ്രസ് പത എന്ന് പറഞ്ഞാൽ അഡ്രസ്, സേവാമേ എന്ന് പറഞ്ഞാൽ ടു, ആർക്കാണോ കത്ത് എഴുതുന്നത് ആ ആളിന്റെ അഡ്രസ് ലെഫ്റ്റ് സൈഡിലും ചേർക്കണം, എങ്കിലേ കത്ത് പൂർത്തിയാവുകയുള്ളൂ. അടുത്ത സൂചന, घर कहानी के हांस पढ़े और 7 से 9 तक के प्रश्नों के उत्तर लिखे. क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं, पर वो तो केवल रात में रहने के लिए यहाँ आते हैं, उसमें भी ज्यादातर समय सोए रहते हैं. ഇത് ഘർ എന്ന കഥയിലെ ഒരു ഭാഗമാണ്. അതിന്റെ ആ കഥാനായകനായ ഫർഹാദിനെ കുറിച്ച് ഉള്ള ഒരു സംഭാഷണമാണ് അല്ലേ. क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह से कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं, ഈ ആരുടെ കാര്യം പറയുന്നത്? അയാളെ കുറിച്ചാണ്. അതായത് വരുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള വസ്ത്രം മാറി വേറൊരു തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു. അത് നമുക്കറിയാം, പുറത്തു പോയിട്ട് വരുമ്പോൾ നമ്മൾ ആ വസ്ത്രം മാറി വീട്ടിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടല്ലേ, മനുഷ്യരുടെ ഒരു പതിവാണത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പർവ്വതോ കേവൽ രാത്മേ രഹനേക്കലേ ഹാത്തെ ഹേ, പക്ഷെ അവൻ രാത്രിയിൽ താമസിക്കാൻ മാത്രമായിട്ടാണല്ലോ അവിടെ വരുന്നത്. ഉസ്മേ ബി സാധാരണ സമയം സോയ രഹത്തെ ഹേ, അതിൽ തന്നെ കൂടുതൽ സമയവും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ചോദ്യം നോക്കിയേ. पर वो तो केवल रात में रहने के लिए हम आते हैं, चिपकली किसके बारे में ऐसा कहती है, പക്ഷെ അവൻ വെറും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. ചിപ്കലി കിസ്കെ ബാരെ മേ ऐसा कहती है, അതേ കുറിച്ചാണ് ചിപ്കലി ഇങ്ങനെ പറയുന്നത്. शादीदास के बारे में, गिरगिट के बारे में, गिलहरी के बारे में, ഫർഹദ് കെ ബാരെ മേ, അതേ കുറിച്ചാണ് പറയുന്നത്. ഫർഹാദ് കെ ബാരെ മേ, ഫർഹാദിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. 8ാമത്തെ ചോദ്യം, കഹാനി കെ ലിയെ ഘർ ശീർഷക് കഹാൻ തക് ഉചിത് ഹെ,
കഥയ്ക്ക് ഘർ എന്ന ഹെഡിങ് എത്ര കണ്ട് ഉചിതമാണ്? അപ്ന വിചാർ കരെ, നിങ്ങളുടെ വിചാരങ്ങൾ എഴുതുക. നമുക്കറിയാം ഘർ എന്ന ശീർഷകം വളരെ ഉചിതമാണ് അല്ലെ. കാരണം ഘർ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം വേണ്ടിയതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ ഒരു വാസസ്ഥലങ്ങൾ ഉണ്ട് ഈ ഭൂമിയിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം ഞാൻ പിന്നീട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പിന്നീട് നമുക്ക് നോക്കാം. അടുത്ത 9ാം ചോദ്യം, പ്രകൃതി കാ ന കരേ ശോഷൻ യഹി ഹെ ജീവൻ കാ പോഷൻ. പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്, ഇതാണ് നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കുന്നത്. സന്ദേശത്തെ പോസ്റ്റർ തയ്യാറാക്കാൻ, ഈ സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അഥവാ പ്രകൃതി ഹേ തോ ജീവൻ ഹേ, പ്രകൃതി ഉണ്ടെങ്കിൽ ജീവനുണ്ട്. വിഷയ पर आपके स्कूल में संगोष्ठी चलाने वाली है, इसके लिए एक പോസ്റ്റർ തയ്യാറാക്കാൻ. ഈ വിഷയത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടക്കുന്നു, ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഫർഹാദ് കെ ബാരെ മേ എന്നാണ് ഉത്തരം. 8ാമത്തെ ചോദ്യം, കഹാനിക ശീർഷക് ഘർ ബഹുത് സട്ടീക് ഹേ. കഥയുടെ ഹെഡിങ് ഘർ എന്ന് പറയുന്നത് വളരെ അനുയോജ്യമാണ്. ഇസ് ബാത് പർ സോർ ദേത്താ ഹെ കി ഏക് സച്ചാ ഘർ വഹ് ഹെ ജഹാൻ സഭി ജീവ് ബഡേ യാ ഛോട്ടെ സുരക്ഷിത് और സ്വീകൃത महसूस करते हैं. ഈ കാര്യത്തിലാണ് ഘർ എന്ന ഹെഡിങ് ഊന്നൽ നൽകുന്നത്. അതായത് ഒരു യഥാർത്ഥ ഘർ അല്ലെ, യഥാർത്ഥ വീട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വീടാണ്. അതായത് അവിടെ എല്ലാ ജീവജാലങ്ങൾക്കും അത് ചെറുതോ വലുതോ ആകട്ടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ എല്ലാം അവിടെ സ്വീകരിക്കപ്പെടും, അവർക്കെല്ലാം അവിടെ സ്വീകാര്യത ഉണ്ട്. ഇങ്ങനെ അനുഭവപ്പെടുന്ന ഒരു വീടാണ് യഥാർത്ഥ വീട് എന്ന് പറയുന്നത്. ഇനി പോസ്റ്ററാണ്. പ്രകൃതി കാ ന കരേ ശോഷൻ യഹി ഹെ ജീവൻ കാ പോഷൻ. ഞാൻ മനോഹരമായ ഒരു പോസ്റ്റർ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെ കൂടുതൽ നിറങ്ങളൊക്കെ നൽകി കൂടുതൽ മനോഹരമാക്കി എടുക്കുക. ഞാനൊരു ചിത്രം ചേർത്തിട്ടുണ്ട്. ഹെഡിങ് പ്രത്യേകമായിട്ട് ആകർഷകമായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ കുറെ സന്ദേശവാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പേട് ലഗായ ജീവൻ ബജായെ, മരങ്ങൾ നടൂ ജീവൻ രക്ഷിക്കൂ. ജൽഹേ തോ കൽഹേ ഇസെ വ്യർത്ഥന ബഹായെ, ജലമുണ്ടെങ്കിലേ നാളെ ഉള്ളൂ, അതുകൊണ്ട് ജലത്തെ പാഴാക്കി ഒഴുക്കി കളയരുത്. ധർത്തി ഹമാരി മാഹെ ഇസെ സാബ് രഖേ, ഭൂമി നമ്മുടെ അമ്മയാണ്, അതിനെ ശുദ്ധമായി സംരക്ഷിക്കുക. സുരക്ഷിത് ബനായെ, സുരക്ഷിതമായി സൂക്ഷിക്കുക. വന്യജീവുക സമ്മാൻ കരെ ഉൻക സംരക്ഷൺ കരെ, വന്യജീവികളെ ബഹുമാനിക്കുക, അവരെ സംരക്ഷിക്കുക. ആദ്യ ഈ പ്രകൃതി സംരക്ഷണ സങ്കല്പിലെ, ഇന്ന് തന്നെ നമുക്ക് പ്രകൃതി സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം എടുക്കാം. ആവോ മിൽക്കർ ഏക്ക് ഹരിത ഭവിഷ്യനായി, അത് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു ഹരിത ഭാവി ഉണ്ടാക്കാം. ഇതാണ് പോസ്റ്ററിലെ സന്ദേശം. നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റു സന്ദേശവാക്യങ്ങളും ചേർക്കാം, ചിത്രങ്ങളാണെങ്കിലും ഇഷ്ടമുള്ളത് മാറി ചേർക്കാം. ഇനി മറ്റൊരു പോസ്റ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു സെമിനാറിനെ കുറിച്ചുള്ള പോസ്റ്ററാണ്. പ്രകൃതി ഹേത്തോ ജീവൻ ഹേ വിഷയ पर നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സെമിനാർ എന്നുള്ള വാക്ക് സങ്കോഷ്ഠി എന്ന് മുകളിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് ഹെഡിങ്. അതിന്റെ വിഷയം പ്രകൃതി ഹേത്തോ ജീവൻ ഹേ, പ്രകൃതി ഉണ്ടെങ്കിൽ ജീവനുണ്ട്. സ്കൂൾ ഹാളിലാണ് സ്ഥലമായിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എവിടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ദിനാങ്ക്, തീയതി കൊടുത്തിരിക്കുന്നത് 15 സിതംബർ 1925, 15/9/2025. समय 2 बजे. सभी विद्यार्थियों और शिक्षकों का हार्दिक स्वागत है. സ്കൂളിലായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു മുദ്രാഗീതം കൂടെ കൊടുത്തിരിക്കുന്നു. പ്രകൃതി ഹമാരാ ജീവൻ ഇസെ ബജാന ഹമാരാ കർത്തവ്യം. പ്രകൃതി നമ്മുടെ ജീവൻ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. പേട് പൗധേ ലഗാവോ ജീവൻ കോ ബചാവോ. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കൂ, ജീവിതത്തെ സംരക്ഷിക്കൂ. ആവോ ഹം സബ് മിൽക്കർ പ്രകൃതി കോ സഹേജെ അവർ ഏക് ബെഹത്തർ കൽ കാ നിർമ്മാൺ കരെ. നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രകൃതിയെ സംരക്ഷിക്കാം, ഒരു നല്ല ഭാവി, കൂടുതൽ മെച്ചപ്പെട്ട ഒരു നാളെയെ നമുക്ക് നിർമ്മിക്കാം. ഒരു മരത്തിന്റെ ചിത്രം കൂടെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഇവിടെ ചേർത്ത് പോസ്റ്റർ മാറ്റി ചെയ്യാവുന്നതാണ്. അടുത്ത 10-11 ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബഹുത് ദിനോ കെ ബാദ് കവിതയെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണിവ. ബഹുത് ദിനോ കെ ബാദ് കവിത കി പങ്ക്തിയാ പഠേ പ്രശ്ന 10 और 11 के उत्तर लिखे. ഈ വരികൾ വായിച്ച് 10-11 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ് അടുത്ത ചോദ്യം. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജി ഫർ ഛൂ പായ अपनी गमई पकड़ंडी की चंदन मरनी धूल. बहुत दिनों के बाद आपकी मैं जीफर थाल मखाना खाया गने चूसे ജീഫർ. ബഹുത് ദിനോ കെ ബാദ്. ഇത് കഥയുടെ അവസാന ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പഴയകാലത്ത് കിട്ടിയിരുന്ന താൾ മഖാനയൊക്കെ കുറേ നാളുകൾക്ക് ശേഷം
തിന്നാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ബഹുത് ദിനോं के बाद आपकी मैं जी भर छू पाया अपनी गंवई पगडंडी की चंदन वर्णी धूൾ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സ് നിറയെ എൻ്റെ ഗ്രാമീണ ആ ഒറ്റയടി പാതയിലെ ചന്ദന നിറത്തിലുള്ള പൊടികളെ ഒന്ന് തൊടാനായിട്ട് പറ്റിയത്. എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് തൻ്റെ ഗ്രാമീണ വഴികളിൽ കൂടെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് നടക്കാൻ പറ്റിയതെന്ന് സാരം. बहुत दिनों के बाद आपकी मैं जी भर താൾമക്കാന ഖായ ഗന്നെ ചൂസെ जी भर. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ മനസ്സ് നിറഞ്ഞ് താൾമക്കാന തിന്നുന്നതും അതുപോലെ കരിമ്പ് നീര് കുടിക്കുന്നതും. ഇത് തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ വരികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ചോദ്യം നോക്കൂ. സമാൻ ആശയവാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖേ. ഈ വരികളുള്ള ഈ ആശയമുള്ള വരികൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. മൻപസന്ത് ദേഹാത്തി ഖാന ചക്നെ കാ മൗക്ക മില. മനസ്സിന് ഇഷ്ടപ്പെട്ട ഗ്രാമീണ ഭക്ഷണം രുചിക്കാനുള്ള അവസരം കിട്ടി. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ആ ലാസ്റ്റ് ഭാഗമാണല്ലേ. ബഹുത് ദിനോं के बाद അബ്കി मैंने जी भर താൾ മക്കാന ഖായ ഗന്നെ ചൂസെ जी भर ബഹുത് ദിനോं के बाद. ഈ വരികളാണ് ഈ ആശയമുള്ള വരികൾ. അടുത്തത് കോഷ്ടക കെ ശബ്ദോങ്കി മദദ് വാക്യ വിസ്താർ കരെ. ബ്രാക്കറ്റിലെ വാക്കുകൾ ഉപയോഗിച്ച് ഈ വാക്യത്തെ ഒന്ന് വിസ്തരിക്കാനാണ് പറയുന്നത്. ബ്രാക്കറ്റിലെ വാക്കുകൾ എന്ന് പറയുന്നത് വിശേഷണ പദങ്ങളാണ്. ചന്ദൻ വർണ്ണി ചന്ദന നിറമുള്ള, ജീഫർ മനസ്സ് നിറയെ, ധൂൾ പൊടി, ഇതെല്ലാം വിശേഷണ പദങ്ങളായിട്ടാണ് വരുന്നത്. മേൻ ചൂപ്പായ എന്ന് പറഞ്ഞാൽ എനിക്ക് തൊടാൻ പറ്റി എന്നാണ്. ഇനി അതിനെ നമ്മളൊന്ന് വികസിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് പറയാം മേം ധൂൾ ചൂപ്പായ, എനിക്ക് പൊടിയെ തൊടാൻ പറ്റി അല്ലേ. അടുത്തത് നമുക്കൊന്നുകൂടെ പറയാൻ പറ്റും മേം ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ, എനിക്ക് ചന്ദന നിറത്തുള്ള പൊടിയെ തൊടാൻ പറ്റി. പിന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? മേം ജി ഫർ ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ, ഞാൻ മനസ്സ് നിറയെ ചന്ദന നിറമുള്ള പൊടി തൊടാനായിട്ട്, എനിക്ക് മനസ്സ് നിറയെ ചന്ദന വർണ്ണമുള്ള പൊടിയെ തൊടാനായിട്ട് പറ്റി. ഇങ്ങനെ നമുക്കതിനെ വികസിപ്പിച്ച് എഴുതാനായിട്ട് പറ്റും. ഉത്തരം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 10. ബഹുത് ദിനോं के बाद आपकी मैंने जी भर थाल मखाना खाया गन्ने चूसे जी भर. ഇതാണ് 10ാമത്തെ ഉത്തരം. 11ാമത്തേത് മേൻ ചൂപ്പായ, മേൻ ധൂൾ ചൂപ്പായ, മേൻ ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ, മേൻ ജി ഫർ ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ. ആൻസർ ഞാൻ പറഞ്ഞിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് നോക്കി എഴുതാനായിട്ട് ഒന്നുകൂടെ തരുന്നുവെന്നേ ഉള്ളൂ. നമുക്കിനി 12, 13 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൂടെ നോക്കാം. झटपट और नटखट कहानी का अहांश पढ़े. प्रश्न 12 और 13 के उत्तर लिखे. कभी स्कूल जाने के लिए देरी होती देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. झटपट परेशान हो जाता पर घर लौटकर माम से शिकायत करता. माम, छोटा बहुत परेशान करता है. छोटा है ना? मां मुस्कुरा देती. और बड़े को तो छोटे का ध्यान रखना ही पड़ता है. കഥയില് മൂത്ത സഹോദരൻ വന്ന് അമ്മയോട് ഇളയ സഹോദരനെ കുറിച്ച് അവന്റെ കുസൃതികളെ കുറിച്ച് പരാതി പറയുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. കഭി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്ഖട്ട് കാ ഹാത്ത് പകഡ്കർ അപ്നെ സാത്ത് ദൗഡാനാ ഭി പഠിത്ത. സ്കൂളിൽ പോകാൻ എന്തെങ്കിലും താമസമെങ്കിൽ നട്ഖട്ടിന്റെ കയ്യെ പിടിച്ച് ഓടേണ്ടി വരുമായിരുന്നു. ഛട്പട്ട് പരേശാൻ ഹോ ജാഥ. ഛട്പട്ട് ഇത് വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇക്കാര്യത്തിൽ. അവർ ഘർ ലൗട്ട്കർ മാംസ ശിക്കായത് കർത്ത. വീട്ടിൽ വരുമ്പോൾ അമ്മയോട് പരാതി പറയും. മാൻ ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹേ. അമ്മേ, ഈ അനിയൻ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നു. ചോട്ടാ ഹേന, ചെറുതല്ലേ അവൻ. മാ മുസ്കുരാ ദേത്തി, അമ്മ പുഞ്ചിരിച്ചുകൊണ്ടത് ഒഴിവാക്കി വിടും. ഓർ ബഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. മൂത്തവരുടെ കടമയാണ് ദേവരെ നോക്കുക എന്നുള്ളത്. 12, 13 ചോദ്യങ്ങളോട് നമുക്ക് നോക്കാം. സഹി പ്രസ്താവ ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തെരഞ്ഞെടുത്തെഴുതുക. ക മിത്രക്കെ കരൺ ഛട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ. സുഹൃത്തുക്കൾ കാരണം ഛട്പട്ട് ബുദ്ധിമുട്ടിലാകുന്നു. ഖ പടോസിക്ക് കരൺ ഛട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ. അയൽക്കാർ കാരണം ഛട്പട്ട് ബുദ്ധിമുട്ടിലാകുന്നു. ഗ ഛോട്ടെ ഭായിക്ക് കരൺ ഛട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ. ഇളയ സഹോദരൻ കാരണം ഛട്പട്ട് ബുദ്ധിമുട്ടിലാകുന്നു. ഘ പിതാക്കെ കരൺ ഛട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ. അച്ഛൻ കാരണം ഛട്പട്ട് ബുദ്ധിമുട്ടിൽ ആകുന്നു. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? छोटे भाई के कारण छटपट परेशान हो जाता है എന്നുള്ളതാണ് ശരിയായ ഉത്തരം അല്ലേ. ഇനി അതിന്റെ 13ാമത്തെ ചോദ്യം. ഉപയുക്ത പ്രസംഗ पर माम और छटपट के बीच की संभावित बातचीत लिखे. ഈ സന്ദർഭത്തിൽ അമ്മയും ഛട്പട്ട് തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവയുടെ ഉത്തരങ്ങളിലേക്ക് വരികയാണ്. 12ാമത്തെ ചോദ്യത്തിന് ഉത്തരം ചോട്ടെ ഭായിക്ക് കാരണം ഛട്പട്ട് പരേശാൻ ഹോ ജാത്താ ഹേ.
ഛോട്ടെ ഭായി കാരണം കൊണ്ടാണ് ചട്പട്ട് ബുദ്ധിമുട്ടിൽ ആയിത്തീർന്നിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, മാം और ചട്പട്ട് के बीच का वार्तालाप. അമ്മയും ചട്പട്ടും തമ്മിലുള്ള സംഭാഷണം. മാ, അരേ ചട്പട്ട്, സ്കൂൾ സെ ഇത്തനി ജൽദി ലൗട്ടായേ, ക്യാ ഹുവാ? മൂത്തവനോടാണ് ചോദിക്കുന്നത് അല്ലേ. ആ ചട്പട്ട് ഇന്നെന്നാ സ്കൂളിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് വന്നത്, എന്ത് പറ്റി? ചട്പട്ട്, മാം നട്കട്ട് മുझे बहुत परेशान कर रहा है. അമ്മേ, നട്കട്ട് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നു. ഓ ഹമേശ മുझे തങ്ക് കർത്താ രഹത്താ ഹെ. അവൻ എന്നെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. മാം മുസ്കുരാത്തെ ഹുയേ, അച്ഛാ ഓർ തും ക്യാ കർ രഹേ തെ? ആ, അങ്ങനെയാണോ? നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ചട്പട്ട്, മേൻ കുച്ച് നഹീം കർ രഹാ ഥാ. ഞാനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഓ ഹമേശ മേരാ ഹാത്ത് പകഡ്കർ ഖിഞ്ചത്താ ഹെ. അവൻ എപ്പോഴും എൻ്റെ കൈ പിടിച്ച് വലിക്കുന്നു. ഓർ മുझे പരേശാൻ കർത്താ ഹെ. എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. മാ, മേരെ പ്യാരെ ബച്ചേ ഛോട്ടെ ഭായി ബഹനോ കോ സംഭാലന പെടുത്താ ഹെ. എൻ്റെ പ്രിയ മോനെ, ഇളയ സഹോദരങ്ങളെ നിങ്ങളാണ്, മുതിർന്നവരാണ് സൂക്ഷിക്കേണ്ടത്. ഓ ശരാരത്തി ഹേ പർ തുമേ ഉസ്കാ ധ്യാൻ രഖ്നാ ചാഹിയേ. അവൻ കുസൃതിയാണ്, പക്ഷേ നീ അവനെ ശ്രദ്ധിക്കണം. ചട്പട്ട്, പർ മാ ബോ മുझे बहुत परेशान करता है. പക്ഷേ അമ്മേ, അവൻ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. മാ, മേ ജാൻതി ഹും, എനിക്കറിയാം. ലേക്കിൻ തുമേ ബഡേ ഹോക്കർ ഉസ്കാ ധ്യാൻ രഖ്നാ ഹെ. പക്ഷേ നീ മുതിർന്നവനായതുകൊണ്ട് അവനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ചലോ അബ് തും അപ്ന ഗൃഹകാര്യ പൂരാ കരോ. വരൂ, നീ ഇപ്പോൾ പെട്ടെന്ന് വന്ന് നിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യൂ. മേം തുംസെ ബാദ് മേം ബാത് കർത്തി ഹും. ഞാൻ പിന്നെ ഒരിക്കൽ നിന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് അമ്മയും ചട്പട്ട് തമ്മിലുള്ള വാർത്താലാപായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ 14-15 ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ഘർ കഹാനി കാ ഹാംശ് പഠേ, പ്രശ്ന 14 और 15 के ഉത്തർ ലിഖേ. ഘർ കഹാനിയുടെ ഈ ഭാഗം വായിച്ച് 14-15 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മേ ആജ് ഘർ ബദൽ രഹി ഹും, ചിപ്കലിനെ മുസ്കുരാത്തെ ഹുയെ കഹ. ഞാനിന്ന് വീട് മാറുകയാണ്, പല്ലി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോത്തോ സിരൂർ ജാൻതേ ഹോഗെ. നീ തീർച്ചയായിട്ടും ശ്രീമാൻ ഫർഹാദിനെ നിനക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കുമല്ലേ. ഹാ ഹാ പഹലെ ജബ് ഫീ ഹം മിലേ ഹെ തുമ്നെ ഉൻക ചിക്ർ കിയാ ഹെ. ആ അറിയാം, നമ്മൾ മുമ്പ് കണ്ടപ്പോഴൊക്കെ നീ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാ ഹുവ അവനെ, അദ്ദേഹത്തിന് എന്ത് പറ്റി? ഗിർഗിഡിനെ ഗിർഗിട്ടി ആവാസ് में कहा. ഓന്തിൻ്റെ സ്വരത്തിൽ ചോദിക്കുകയാണ്. ഹുവാ കുച്ച് നഹി ബുദ്ധു, അവനൊന്നും പറ്റിയില്ല ബുദ്ധു. വേ ജിസ് കിരായക്ക് കമ്രേമേ രഹത്തെ അപ്ന ഹി രഹത്തെ. അവൻ ഏത് വാടകമുറിയിലാണോ ജീവിച്ചിരുന്നത് അവിടെ ഇനി ജീവിക്കുന്നില്ല. ഉനവനെ അപ്ന നയാ കർ ബനാ ലിയാ ഹെ. അദ്ദേഹം സ്വന്തം ആയിട്ട് പുതിയ വീട് പണിയിച്ചിരിക്കുന്നു. ചിപ്കലിനെ കഹ. ചിപ്കലി മറുപടി പറഞ്ഞു. ചോദ്യങ്ങൾ നോക്കൂ. ചിപ്കലി ക്യോം ഘർ ബദൽ രഹി ഹോഗി. ചിപ്കലി എന്തിനാണ് വീട് മാറുന്നത്? എന്തിനായിരിക്കും വീട് മാറുന്നത്? അതിൻ്റെ ഉത്തരം അറിയാമല്ലേ. ഫർഹദിനെ ചിപ്കലിക്ക് ഇഷ്ടമാണല്ലേ. ഫർഹദ് അങ്ങനെ ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഫർഹദിൻ്റെ കൂടെ പോകാനായിട്ട് ചിപ്കലി തീരുമാനിക്കുന്നത്. അടുത്ത 15ാമത്തേത്, സങ്കേതം കി സഹായദാസെ ഫർഹദ് കാ ചരിത്രഗത വിശേഷതാവുമ്പോൾ ടിപ്പണി ലിഖേ. താഴെ തന്നിരിക്കുന്ന ആ പോയിന്റുകളെ അടിസ്ഥാനമാക്കി ഫർഹദിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക. എന്തൊക്കെയാണ് പോയിന്റുകൾ? സഹജീവിയോം സെ പ്യാർ കർനെ വാല, സഹജീവികളെ സ്നേഹിക്കുന്നവൻ. അക്കയല്ലേ രഹനെ വാല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവൻ. മകാൻമേൻ തോടീസി ജഗ ലേനെ വാല, വീട്ടിൽ അല്പം മാത്രം ഇടയെടുക്കുന്നവൻ. ശാന്ത സ്വഭാവ രഖനെ വാല, വളരെ ശാന്തമായ സ്വഭാവത്തോട് കൂടിയവൻ. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ഫർഹദിൻ്റെ ക്യാരക്ടറൈസേഷൻ നടത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അഥവാ അതിന് മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. പ്രകൃതി സബ്കാ ഘർ ഹെ വിഷയപ്രേക്ക് ലഘു ലേഖ ലിഖോ. പ്രകൃതി എല്ലാവരുടെയും വീടാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ലേഖനം തയ്യാറാക്കാനാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. चिपकली घर बदलती है क्योंकि जिस व्यक्ति के घर में वह अब तक रह रही थी वह व्यक्ति भी आज नए घर में रहने लगा है. फरहद सभी जीव जंतुओं से प्यार करने वाला और प्रकृति प्रेमी है, इसलिए चिपकली भी उसके साथ नया घर बदल लेती है. ആൻസർ ഞാൻ വായിച്ചു ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. ചിപ്കലി ഘർ ബദൽത്തി ഹെ, പല്ലി വീട് മാറുന്നു. ക്യോംകി ജിസ് വ്യക്തി കെ ഘർ മേ ഓ അബ് തക് രഹി രഹി തി ഓ വ്യക്തി ഭി ആജ് നയേ ഘർ മേ രഹനെ ലഗാ ഹെ. കാരണം ഏത് വ്യക്തിയുടെ വീട്ടിലാണോ അവൾ ഇതുവരെ താമസിച്ചിരുന്നത് ആ വ്യക്തിയും ഇന്ന് പുതിയ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫർഹദ് സഭി ജീവജന്തുവും സെ പ്യാർ കർനെ വാല ഔർ പ്രകൃതി പ്രേമി ഹെ. ഫർഹദ് എല്ലാ ജീവജാലങ്ങളെയും ഇഷ്ടപ്പെടുന്നവനും പ്രകൃതി സ്നേഹിയുമാണ്. ഇസ്ലിയെ ചിപ്കലി ഭി ഉസ്കെ സാത്ത് നയാ ഘർ ബദൽ ലേത്തി ഹെ. അതുകൊണ്ടാണ് പല്ലിയും അവൻ്റെ കൂടെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത്. ഇനി അടുത്തത് ഫർഹദിൻ്റെ ക്യാരക്ടറൈസേഷനാണ് ചോദിച്ചിരുന്നത് അല്ലേ. കുറേ പോയിന്റുകൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഫർഹദിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരുന്നത്. നോക്കൂ, ഫർഹദ് കാ സ്വഭാവ് ബഹുത് ഹി സരൾ ശാന്ത അവർ സ്നേഹി ഹെ. ഫർഹദിൻ്റെ സ്വഭാവം വളരെ
സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ്, ശാന്തനായിട്ടുള്ള വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. പ്രകൃതി പ്രേമി അവൻ പ്രകൃതി സ്നേഹമുള്ളവനാണ്. അവർ സാദഗീസെ ജീന പസന്ത് കർത്താ ഒരു സാധാരണ ജീവിതം ഇഷ്ടപ്പെടുന്നയാളാണ്. ദൂസരം സെ പ്യാർ കർണേവാല ഓർ അകേലെ രഹനവാല വ്യക്തി അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്. കർമ്മേഭി തോടീസി ജഗലേക്കർ സന്തോഷ രഹത്താഹെ വീട്ടിലാണെങ്കിലും അവന് അല്പം മാത്രം ഇടയെ എടുക്കുന്നുള്ളൂ. ആ ഇട കൊണ്ട് അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഉസ്ക സ്വഭാവം ശാന്ത് ഹെ വളരെ ശാന്തനാണ് അവൻ്റെ സ്വഭാവം. ഓർമ്മ കിസിക്കോ കഷ്ട നഹി ദേത്ത ആരെ ബുദ്ധിമുട്ടിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്നാഹി നഹി മഹ് ഇത്ന ഉദാർ ഓർ സഹൻശീൽ ഹേക്കി ഇത് മാത്രമല്ല അവൻ വളരെ ഉദാര മനസ്കതയുള്ള ഒരു വ്യക്തി, സഹനശീലമുള്ള വ്യക്തിയാണ്. കാരണം എന്താണ്, ചിക്കരി മക്കി മച്ചർ ജैसे छोटे छोटे प्राणियों को भी अपने नए घर में जगह देने के लिए तैयार रहता है. പല്ലി, ഈച്ച, കൊതുക് തുടങ്ങിയ ചെറിയ ചെറിയ പ്രാണികൾക്ക് പോലും തൻ്റെ പുതിയ വീട്ടിൽ സ്ഥലം കൊടുക്കാൻ അവൻ തയ്യാറാണ്. ഇസ്സെ ഉസ്കെ ദയാലു ഓർ കരുണാമയ സ്വഭാവക്ക പതാ ചൽത്താ ഹെ ഇതിൽ നിന്ന് തന്നെ അവൻ്റെ ആ ദയാമസൃണമായ അല്ലെങ്കിൽ കരുണാമസൃണമായ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഫർഹദിൻ്റെ ക്യാരക്ടറൈസേഷൻ. ഇനി അടുത്ത അതിൻ്റെ ബി പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകൃതി സബ്കാ ഘർ ഹെ എന്ന വിഷയത്തിലൊരു ഉപന്യാസം എഴുതാനാണ്. ഹെഡിങ് കൊടുത്തിരിക്കുന്നു പ്രകൃതി സബ്കാ ഘർ ഹെ. ഞാൻ വായിച്ച ആശയം കൂടെ പറയാം. പ്രകൃതി കേവൽ മനുഷ്യക്ക് നഹീം ബൽക്കി സഭി ജീവജന്തുവും പേട് പൗധവും और പക്ഷിയും കാ ഹി ഘർ ഹെ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ചെടികളുടെയും മരങ്ങളുടെയും പക്ഷികളുടെയും കൂടെ വീടാണ്. जैसे हमें घर में रहने के लिए छत, हवा और पानी चाहिए, वैसे ही हर जीव को जीने के लिए പ്രകൃതി की ആവശ്യകത होती है. നമുക്ക് ഒരു വീട്ടിൽ ജീവിക്കാനായിട്ട് ഒരു മേൽക്കൂര വേണം, അല്ലെ വായു വേണം, വെള്ളം വേണം എന്ന് പറയുന്ന പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുന്നതിന് വേണ്ടി പ്രകൃതി ആവശ്യമാണ്. ജംഗൽ, നദിയാം, പഹാഡ് और ആകാശ് സബ് മിൽക്കർ ജീവൻ കോ സന്തുലിത രഖ്തേ ഹെ. നമുക്കറിയാം പ്രകൃതിയിലെ വനങ്ങളും നദികളും കുന്നുകളും ആകാശവും എല്ലാം ചേർന്നാണ് ഈ പ്രകൃതിയെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിലനിർത്തിയിരിക്കുന്നത്, സന്തുലനാവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്നത്. പ്രകൃതി സബ്കോ ബരാബർ അധികാർ ദേത്തി ഹെ. പ്രകൃതി എല്ലാവർക്കും തുല്യ അധികാരമാണ് കൊടുത്തിരിക്കുന്നത്. ചാഹെ ഹോ ചോട്ട കീട മക്കോടാ ഹോ, പക്ഷി ഹോ, പശു ഹോ യാ മനുഷ്യ. അത് ചെറിയ ചെറിയ കീടങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, അല്ലെ മനുഷ്യരാകട്ടെ, എല്ലാവർക്കും ഒരുപോലെയാണ് പ്രകൃതി അധികാരം നൽകിയിരിക്കുന്നത്. അഗർ മനുഷ്യ കേവലം अपने स्वार्थ के लिए पेड़ काटेगा और पर्यावरण नष्ट करेगा तो ये सब के घर को उजाड़ने जैसा होगा. മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മരങ്ങൾ മുറിക്കുക അല്ലെങ്കിൽ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ചെയ്താൽ അത് എല്ലാവരുടെയും വീടിനെ അല്ലെങ്കിൽ ആവാസ സ്ഥലത്തെയാണ് നശിപ്പിക്കുന്നത്. इसलिए हमें प्रकृति को बचाना चाहिए. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം. പേട് ലഗാനാ चाहिए. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. ഹർ ജീവ് കോ ജീനെ കാ അധികാർ ദേനാ चाहिए. അതുപോലെ എല്ലാ ജീവജാലങ്ങളെയും ജീവിക്കാനായിട്ട് നമ്മൾ ഉള്ള അവകാശം അവർക്ക് അനുവദിച്ചു കൊടുക്കണം. സച്ച്മുച്ച് പ്രകൃതി സബ്കാ ഘർ ഹെ. യഥാർത്ഥത്തിൽ പ്രകൃതി എല്ലാവരുടെയും വീടാണ്. और इसे सुरक्षित रखना हम सबकी जिम्मेदारी है. അതിനെ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ആണ്. ഇതാണ് എസ്സേ. അടുത്തത് കബ്ദാംസ് പടേ ഓർ പ്രശ്ന സോലഹ് കാ ഉത്തർ ലിഖേ. കവിതാഭാഗം വായിക്കുക, 16ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുക. ധോടി തർത്തി പാവൂം എന്നാണ് കവിതയുടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് സർവേശ്വർ ദയാൽ സക്സേന എന്ന് പറയുന്ന കവിയാണ്. ധോടി തർത്തി പാവൂം സർവേശ്വർ ദയാൽ സക്സേന. पेड़ों के संग बैठना सीखो, पेड़ों के संग खिलना. बच्चे और पेड़ दुनिया को हरा भरा रखते हैं, नहीं समझते जो दुष्कर्मों का फल वे चखते हैं. आज सभ्यता बहसी बन पेड़ों को काट रही है. നിങ്ങളുടെ ചോദ്യം ഇതാണ്. ഇസ് കവിതാംശിക്ക ആശയം ലിഖേ. ഈ കവിതയുടെ ആശയം എഴുതുക. ഞാൻ അതിൻ്റെ മലയാളത്തിലൊന്ന് പറഞ്ഞതിന് ശേഷം ആശയം നിങ്ങൾക്ക് തരാം. പെഡോങ്കെ സംഘ് ബെഡ്ന സീഖോ. സംഘ് എന്ന് പറഞ്ഞാൽ സാത്ത് എന്നാണ്, കൂടെ, മരങ്ങളുടെ കൂടെ വളരാനായിട്ട് പഠിക്കൂ. പേടോങ്കെ സംഘ് ഖിൽന. മരങ്ങളുടെ കൂടെ വികസിക്കാനായിട്ട് വിടരാനായിട്ട് പഠിക്കൂ. ബച്ചെ ഓർ പേഡ് ദുനിയാക്കോ ഹരാഭര രക്തേഹെ. കുട്ടികളും മരങ്ങളുമാണ് ലോകത്തെ എപ്പോഴും പച്ചപ്പുള്ളതാക്കി നിലനിർത്തുന്നത്. കുട്ടികളെന്ന് പറയുന്നത് പുതിയ തലമുറയുടെ പ്രതീകമാണ്, അല്ലേ? പുതിയ പുതിയ തലമുറകളാണ് ലോകത്തെ എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്തുന്നത്. അതുപോലെ തന്നെ പുതിയ പുതിയ മരങ്ങളും. നഹി സമസ്തേ ജോ ദുഷ്കർമ്മോം കാ ഫൽ വേ ചക്തേഹെ. ഇത് മനസ്സിലാക്കാത്ത അവർ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. ആജ് സഭ്യത ബഹശി ബൻ പേടോങ്കോ കാട്ടുകീഹെ. ഇന്ന് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? അത് വന്യമായി തീർന്ന്, ക്രൂരമായി തീർന്ന് മരങ്ങളെ മുറിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സംസ്കാരമാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്ന സംസ്കാരമാണ്, അല്ലേ?
പക്ഷേ ആ സംസ്കാരം ഇന്ന് കൂടുതൽ വന്യമായി തീർന്ന മരങ്ങളെ മുറിച്ച് നശിപ്പിക്കുന്നു എന്നാണ് കവി ഇവിടെ വിലപിക്കുന്നത്. ഇനി അതിൻ്റെ ആശയം ഞാൻ തന്നിട്ടുണ്ട്. ആശയം വായിച്ച് മലയാളത്തിലും കൂടെ പറയാം. थोड़ी धरती पाऊँ കവിത കെ കവി സർവേശ്വർ ദയാൽ സക്സേന ഹെ. थोड़ी धरती पाऊँ എന്നുള്ള ഈ കവിതയുടെ കവി സർവേശ്വർ ദയാൽ സക്സേനാണ്. इस छोटी सी कविता में कवि ने पेड़ों के महत्व के बारे में बताया है. ഈ ചെറിയ കവിതയിൽ കവി മരങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. കവി കഹത്തെ ഹെ കി ഹമേ പേടോं के साथ बैठना और उनके साथ खिलना चाहिए. കവി പറയുന്നു, നമ്മൾ മരങ്ങളോടൊപ്പം വളരണം, അവരോടൊപ്പം വിരിയണം അല്ലെങ്കിൽ വികസിക്കണം. इसका अर्थ है कि हमारी प्रगति पेड़ों पर निर्भर है. ഇതിൻ്റെ ആശയം ഇതാണ്, നമ്മുടെ പുരോഗതി മരങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കവിക്ക് അനുസാർ ബെച്ചെ और पेड़ दोनों ही दुनिया को हरा भरा रखते हैं. കവിയുടെ അഭിപ്രായം അനുസരിച്ച് കുട്ടികളും മരങ്ങളുമാണ് ലോകത്തെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുന്നത്. इसलिए हमें पेड़ों को बच्चों की तरह प्यार करना चाहिए. അതുകൊണ്ട് നമ്മൾ മരങ്ങളെ കുട്ടികളെ പോലെ സ്നേഹിക്കണം. जो लोग इस बात को नहीं समझते उन्हें इसके दुष्परिणाम भोगने पड़ते हैं. ഈ കാര്യം മനസ്സിലാകാത്തവർക്ക് ഇതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആജ് കി സഭ്യത ക്രൂർ ബെൻകർ പേടോങ്കോ കാട്ട് രഹി ഹെ. ഇന്നത്തെ സംസ്കാരം വളരെ ക്രൂരമായി മാറി മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ജബ്കി സച്ചി സഭ്യത പേടോങ്കോ കാട്ടിനെ മേ നഹി. യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് മരങ്ങൾ മുറിക്കുന്നതല്ല, ബൽക്കി ഉൻകെ സാത്ത് ബൈഠ്നെ ഔർ ഉനെ സംരക്ഷിത് കർനെ മേം ഹെ. മറിച്ച് അവയോടൊപ്പം ഇരിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത്. പ്രിയ കുട്ടികളെ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത പാഠത്തിൻ്റെ വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. मेरी प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी, सीखे मिलकर नए नए